PMC വിഷയത്തിൽ തമ്മിലടിക്കുകയാണ് UDF. പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശിനെ തള്ളി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി രംഗത്ത് എത്തി. വിഷയം UDF ചർച്ച ചെയ്തിട്ടില്ല എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ മുൻ നിലപാടിൽ നിന്ന് അടൂർ പ്രകാശും മലക്കം മറിഞ്ഞു. അല്ല, PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ചയെന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. PMC പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്നായിരുന്നു UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് എംപിയുടെ ഇന്നലത്തെ നിലപാട്. UDF യോഗത്തിന് ശേഷമായിരുന്നു നിലപാട് പറഞ്ഞത്. ഈ നിലപാടിന് പിന്നാലെ PMC പദ്ധതി പിന്മാറ്റം സംബന്ധിച്ച മലക്കം മറിഞ്ഞിരിക്കുകയാണ് UDF കൺവീനർ. പദ്ധതിയിൽ തുടരണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അടൂർ പ്രകാശിന്റെ മലക്കം മറിച്ചിൽ. വിഷയം UDFൽ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. പദ്ധതിയിൽ തുടരണോ വേണ്ടയോ എന്നത് ഉപസമിതി റിപ്പോർട്ട് അനുസരിച്ച് പരിശോധിക്കും. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ വൈരുദ്ധ്യമൊന്നുമില്ല എന്നും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം അത്തരത്തിലല്ല പറഞ്ഞത്. ഞാൻ അദ്ദേഹം പറഞ്ഞത് വീണ്ടും എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാര മാർഗങ്ങൾ ഏത് തരത്തിലാണ് ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് UDFും ആലോചിക്കും. അതുപോലെ തന്നെ ഉപസമിതിയും ആലോചിച്ച് അവർ തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. UDF യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ അങ്ങനെ എടുത്ത് പ്രത്യേകമായി ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്തു എങ്കിൽ മാത്രമേ UDF യോഗത്തിൽ ഒരു തർക്കം വരികയുള്ളല്ലോ. PMCയിൽ നിന്ന് പിൻവാങ്ങാനാണ് ആലോചനയെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. UDF യോഗത്തിൽ ഗൗരവമുള്ള ചർച്ച PMC നടപ്പാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ദേവരാജൻ ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രി അന്തിമ തീരുമാനം പറഞ്ഞിരുന്നില്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റിന് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDFും പറയും, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറയും. ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റഭിപ്രായമേ ഉള്ളൂ. വിഷയത്തിൽ മന്ത്രിമാരുടെ സബ് കമ്മിറ്റി UDF നിയോഗിച്ചിരുന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്നിരിക്കെ എങ്ങനെയാണ് PMC നടപ്പാക്കുമെന്ന് UDF കൺവീനർ പ്രഖ്യാപിച്ചതെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ചോദ്യം. ഈ വിയോജിപ്പാണ് PK കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പറഞ്ഞത്. ഇതോടെയാണ് PMC വിഷയത്തിൽ UDFലെ തമ്മിലടി പുറത്തായത്. കൺവീനർ അടൂർ പ്രകാശിനെ തള്ളി PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയതോടെ മുന്നണിക്കുള്ളിലെ ഭിന്നാഭിപ്രായം മറനീക്കി പുറത്തുവരികയാണ്. ജനം, തിരുവനന്തപുരം.